എൻ്റെ അളവിലുള്ള ഒരു കുർത്തി ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5.5 മീറ്റർ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. ഒരു കോഡ് സെറ്റ് മാതിരി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻറ്റിനും ടോപ്പിനും കൂടെ 5.5 മീറ്റർ മൊത്തത്തിൽ കട്ട് ചെയ്ത് വാങ്ങിയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് 40 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഇഞ്ച് നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാനും താഴ്ഭാഗം ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാനും നമുക്ക് 2 ഇഞ്ച് എടുത്തിട്ടുള്ളത് 44 ഇഞ്ച് കറക്റ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ വരുന്നത് വീതി. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇതായി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യം പാൻറ്റ് തയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ പാൻറ്റിന് ആ ഒരു വീതിയിൽ നമ്മളിങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം അരവണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻറ്റ് ഇടുന്ന ആ ഭാഗത്തുള്ള കറക്റ്റ് ആ ഭാഗത്തുള്ള അളവുണ്ടല്ലോ, അതെടുത്തത് എനിക്ക് 50 ഇഞ്ചാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വണ്ണുള്ള ആളാണ്, നമുക്കൊക്കെ അറിയുന്നതായിരിക്കും വീഡിയോ കാണുന്നവർക്കൊക്കെ. അപ്പോൾ ആ 50 ഇഞ്ചിന് ഞാൻ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 12.5 ഇഞ്ച് കിട്ടും. 12.5 ഇഞ്ചിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഞാൻ സീറ്റിംഗ് ലെങ്ത്ത് ഉണ്ടല്ലോ നമ്മുടെ, അത് കൊടുക്കുന്നത് ഈ ഒരു 12.5 ഇഞ്ച് ഉണ്ടല്ലോ നമ്മുടെ അരവണ്ണത്തിൻ്റെ ആ ഒരു 4 ഭാഗമാക്കിയ അളവ്, അതിലേക്ക് ഞാനൊരു 8 ഇഞ്ച് കൂട്ടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം വണ്ണുള്ള ആളായതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് കുറച്ച് ലൂസിലും കുറച്ചൊരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ച് കൂട്ടിയിട്ട് ഇപ്പോൾ അവിടെ ഞാൻ 20.5 ഇഞ്ചിലാണ് ഇവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് സീറ്റിംഗ് ലെങ്ത്ത് ആ അളവ് തന്നെയാണ് ഞാൻ സീറ്റിംഗ് റൗണ്ടും കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു ആയാസത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആ സീറ്റിംഗ് അവിടെ ആ ഒരു ഭാഗം ക്ലിയർ ആയാലല്ലേ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ സുഖം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അത്യാവശ്യം 8 ഇഞ്ച്, അതായത് നമ്മുടെ അരവണ്ണത്തിൻ്റെ 4 ഭാഗമാക്കിയ അളവിലേക്ക് 8 ഇഞ്ചാണ് ഞാൻ കൂട്ടിയിട്ടാണ് സീറ്റിംഗ് ലെങ്ത്തും സീറ്റിംഗ് റൗണ്ടും എടുക്കാറുള്ളത്. ആ ഒരു അളവ് അവിടെ അടയാളപ്പെടുത്തിയ ശേഷം അവിടെ എൽ ഷേപ്പിൽ വരച്ചിട്ട് നമ്മളവിടെ ഒരു കർവ് പോലെ വരച്ച് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഭാഗം ക്ലിയർ ആവും കേട്ടോ. പിന്നെ നമ്മുടെ ലെഗ് റൗണ്ട് ഭാഗം അത് ഓരോരുത്തരുടെ ഓരോ അളവായിരിക്കും. ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ് എനിക്ക് കുറച്ച് ലൂസായി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ 2 ആക്കിയിട്ടുള്ള 10 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് താഴെ അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നമ്മുടെ ആ ഒരു സിറ്റിംഗ് റൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെരിച്ചൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പാൻറ്റിൻ്റെ അളവ് ഞാൻ ഈ അരവണ്ണത്തിൻ്റെ ഒരളവും ലെഗ് റൗണ്ടിൻ്റെ അളവും ലെങ്ത്തും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ഈ ക്ലോത്ത് 4 ആക്കി മടക്കി 2 കാലിനുമായിട്ട് 2 പീസ് ഉണ്ടാവും. അപ്പോൾ അത് 2 സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിപ്പോൾ നല്ല ഭാഗം ക്ലോത്തിൻ്റെ നല്ല ഭാഗം കാണുന്ന പോലെ ഒരു ക്ലോത്ത് ഇങ്ങനെ വിരിച്ച് വെക്കാം. എന്നിട്ട് മറ്റേ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ, അതായത് 2 നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കർവ് പോലെ വരുന്ന ഭാഗം ഒരു ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള പാൻറ്റിൻ്റെ ഒരു കട്ടിങ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും ആവാതെ നമുക്ക് ആ ഒരു 8 ഇഞ്ചിൽ തന്നെ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ മുകളിലുള്ള നമുക്ക് അരവണ്ണത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പിന്നെ കയറൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ഭാഗമൊക്കെ ആ ഒരു 8 ഇഞ്ചിൽ പെടും കേട്ടോ. 2 ഇഞ്ച് അതിനും ബാക്കി 6 ഇഞ്ച് അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. ആ ഒരു 8 ഇഞ്ച് എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. പിന്നെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നമുക്ക് കൂട്ടി തയ്ക്കുമ്പോൾ നമുക്ക് കയറ് ഒക്കെ ഇടാനുള്ള, അതായത് അലാസ്റ്റിക്കോ കയറ് എന്താ വെച്ചാൽ അത് ഇടാനുള്ള ഭാഗം കൂടി തയ്ക്കണം. ഞാൻ കയറാണ് സ്ഥിരം വെക്കുക, അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാനും ഒക്കെ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ ഞാൻ കയറ് വെക്കാനുള്ള ആ ഒരു ഭാഗം 2 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് കൂടി എടുത്തിട്ട് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ താഴേക്ക് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് താഴേക്കാണ് ഈ ഒരു സൈഡ് നമ്മൾ കൂട്ടി തയ്ക്കുന്നത് കേട്ടോ. മറ്റേ സൈഡ് നമ്മൾ മൊത്തത്തിൽ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് തയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു 6 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്കാണ് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ 1 ഇഞ്ച് കറക്റ്റ് വീതിയിലാണ് ഇതുപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, നമ്മുടെ കുർത്തിയുടെ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മടക്കുക. നമ്മൾ 1 ഇഞ്ച് വീതിയിലിടുമ്പോൾ ഏകദേശം ഈ ഒരു വീതിയിൽ 2 മടക്കുമ്പോഴുള്ള ഈ ഒരു വീതിയിൽ നമുക്കിങ്ങനെ ഓപ്പണൊക്കെ തയ്ക്കണ പോലെ സ്ലിറ്റ് തയ്ക്കില്ലേ അതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് ഇതുപോലെ മടക്കി നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഒരു ഒരാളുണ്ടല്ലോ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 ഇഞ്ച് താഴേക്ക് വരെ ഒന്ന് തയ്ച്ചെടുക്കുക.
എന്നിട്ട് നമുക്ക് ഇപ്പുറഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ഈ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഒരു കയറ് കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കയറിട്ട് കൊടുക്കില്ലേ, ആ ഒരു ഭാഗം കിട്ടും. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടോ ഇത്രയും വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതാണ് നമ്മുടെ കയറിട്ട് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ മടക്കിയത്, ഇത്രയും വീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കയറിടാനുള്ള ഒരു വീതി, ഇലാസ്റ്റിക് ആണെങ്കിൽ എത്ര വീതിയുള്ള ഇലാസ്റ്റിക് ആണോ അതിനനുസരിച്ച് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സ്പ്ലിറ്റിന് തയ്ച്ച പോലെ അല്ല, ആ ഒരു സംഭവം വേണ്ട. ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ കയറിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറിടാനുള്ള ഒരു ഗ്യാപ്പിനനുസരിച്ച് ഇതാ ഇതുപോലെ മടക്കി മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോട്ടൺ ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. നമ്മളൊരു സോഫ്റ്റ് ക്ലോത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്തൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി തയ്ച്ച് അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് ആ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അരവണ്ണത്തിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം, അതായത് ലെഗ് റൗണ്ടിൻ്റെ ഭാഗം നമ്മൾ എത്രയാണോ തയ്യൽ തമ്പിട്ടിട്ടുള്ളത് അതിനനുസരിച്ച് മടക്കിയിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ആദ്യം 1 ഇഞ്ച് വീതിയിൽ മടക്കി, പിന്നെ ഒന്നും കൂടി 1 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒന്ന് ഈ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ ഭാഗവും അങ്ങനെ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കാലിലും ചെയ്തെടുക്കാം. അപ്പോൾ 2 ലെഗ് റൗണ്ടും ചെയ്തതിന് ശേഷം വേണം നമുക്ക് കൂട്ടി തയ്ക്കാൻ. അപ്പോൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു അളവുകളൊക്കെ അറിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ലെഗ് റൗണ്ടിൻ്റെയും താഴ്ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഒരു ഏകദേശം 1-1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അളവിൽ നമുക്കിങ്ങനെ മുകളിൽ താഴെ നിന്ന് തയ്ച്ചതാണ്. ഈ ഒരു ലെഗ് റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി മറ്റേ കാലിൻ്റെ ആ ഒരു ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്ത് എത്തുന്നത് വരെ ഒരേ അളവിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാൻ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് ആ ഒരു ഭാഗമൊക്കെ നമ്മൾ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ടൈറ്റ് ഒന്നും വരില്ല. ഈ ഒരു അളവിൽ വണ്ണുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു അളവിൽ തയ്ച്ചെടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ അളവിൽ എൻ്റെ വണ്ണമൊക്കെ ഉള്ള ഞാനൊരു എന്താ പറയുക, ഈ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം 4XL അല്ലെങ്കിൽ 5XL ഈ ഒരു അളവിലാണ് ഞാൻ കുർത്തിയൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അത്ര ആ വണ്ണുള്ള ആൾക്കാർക്കുള്ള രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് നല്ല എൻ്റെ പാകത്തിന് എനിക്ക് ഇടാൻ നല്ല കംഫർട്ടായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതാ ഇവിടെ കയറും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റായി, വേറെ ഒരു പണിയില്ല. നല്ല ഇവിടെ ഭാഗമൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം പാൻറ്റിന് ഞാൻ എന്താ വെച്ചാൽ കയറ് ഇടുന്നത് അതിൻ്റെ ഒരു ബണ്ടിൽ വാങ്ങി ഈ ഇതുപോലെ ഒരു ബണ്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അളവ് എടുക്കാറുള്ളത് ഇതിൻ്റെ നമ്മൾ ഇതുപോലെ നമ്മുടെ പാൻറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഒരളവ് എടുക്കും. പിന്നെ നമുക്ക് ഒരു ഭാഗം മാത്രം പോരല്ലോ, 2 ഭാഗം വേണ്ട. അപ്പോൾ അതേപോലെ ഒരളവും കൂടി എടുക്കും. അപ്പോൾ അത് കറക്റ്റ് ആ പാൻറ്റിൻ്റെ അളവ് വരും. ഇനി നമുക്ക് കെട്ടാനുള്ള ആ ഒരു അളവിന് വേണ്ടിയിട്ട് അതേ അളവിൽ അങ്ങനെ 3 അളവിലാണ് ഈ പാൻറ്റ് ഇതുപോലെ നിർത്തിയിട്ട് അരവണ്ണത്തിൻ്റെ ഭാഗത്തുള്ള 3 അളവാണ് ഞാൻ ഇതുപോലെ കയറ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കെട്ടാൻ കറക്റ്റായിട്ട് ഉണ്ടാവും, നല്ല വലിച്ച് കെട്ടാനും ഒക്കെ ഉണ്ടാവും. ആ ഈ രീതിയിൽ അളത്തിട്ട് നമുക്ക് ഇനി ഒരു പിന്ന് വെച്ച് ഇതിട്ട് കൊടുത്താൽ പാൻറ്റിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തീർന്നു കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യണം എങ്ങനെ കൂടി കാണിക്കാം. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്ര വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ ഒരു നോർമൽ പാൻറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്കൊരു പ്രിൻറ്റിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ കണ്ടോ ആ ഒരു ഹാർട്ട് ചിഹ്നം നമുക്ക് കറക്റ്റ് എനിക്കിങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ കിട്ടണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്ലോത്തിന് നമുക്ക് ആകെ 44 ഇഞ്ച് വീതിയേ ഉള്ളൂ. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഈ ഹാർട്ട് ചിഹ്നം വരുന്ന രീതിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 44 ഇഞ്ചിൽ ഒരു ടോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 44 ഇഞ്ച് വേണ്ടവർക്ക് അത് മതിയാവും. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ വണ്ണുള്ള ആൾക്കാവുമ്പോൾ നമ്മൾ ടോപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് ഇറക്കുണ്ടാവും
ആയിരിക്കും നല്ലത്. കുറക്കം മുട്ടിൻ്റെയൊക്കെ അവിടെ ഇറക്കം കുറവാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി വണ്ണം വെച്ച പോലെ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഏകദേശം 48 ഇഞ്ചിലെങ്കിൽ ലെങ്ത്തിലെങ്കിലും ഈ ടോപ്പ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം മുകൾ ഭാഗത്ത് യോക്ക് ഭാഗത്തേക്ക് വേറൊരു പീസും താഴ്ഭാഗത്തേക്ക് വേറൊരു പീസാക്കി നമ്മുടെ ടോട്ടലായിട്ട് 48 ഇഞ്ച് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ പ്രിൻറ്റ്, ആ ഒരു ഹാർട്ട് ചിഹ്നം താഴേക്ക് വരുന്ന രീതിയിൽ തന്നെ കിട്ടും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ യോക്കിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ ആ ഒരു വീതി കിട്ടുന്ന രീതിയിൽ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ട് അപ്പോൾ ആ ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ യോക്കിൻ്റെ ഭാഗത്ത് ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും ചെയ്യാനാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മടക്കും. ഇപ്പോൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ട് നമുക്ക് അളവുകളൊക്കെ കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ അളവുകൾ കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പ്രിൻറ്റ് കറക്റ്റ് വരുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലുണ്ടോ നേരെ തല കുത്തനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്നുകൂടി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുക, യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 16.5 ഇഞ്ചിലാണ് ഞാൻ യോക്കിൻ്റെ ലെങ്ത്ത് എനിക്കുള്ളത്. അതിലേക്ക് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി തയ്ക്കാനും താഴ്ഭാഗം നമുക്ക് താഴേക്കുള്ള പീസ് കൂട്ടി തയ്ക്കാനൊക്കെ ആയിട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ അങ്ങനെ 17 ഇഞ്ച് ഞാനിത് ഈ ഒരു രീതിയിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇത്രയും ഭാഗം നമ്മൾ ഈ ലെങ്ത്തിൽ എടുത്തിട്ട്, അപ്പോൾ പ്രിൻറ്റ് ഞാൻ കണ്ടോ താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിൻറ്റ് നമ്മൾ എങ്ങനെയാണ് ആ പ്രിൻറ്റ് വരുന്നത്, ആ ഒരു ആർച്ചിന് അങ്ങനെ കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ 2 പീസാക്കിയിട്ട് ആ ഒരു ആർച്ചിനും ഒരുപോലെ വരുന്ന രീതിയിൽ 2 ക്ലോത്തും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ക്ലോത്തിൻ്റെ പ്രിൻറ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 8-8.25 ഇഞ്ചോളം 8.25 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ അളവ് കൊടുക്കുന്നത് കേട്ടോ. 8.5 ഇഞ്ചൊക്കെ വേണ്ടി നമ്മൾ അളവ് എടുക്കുമ്പോൾ ശരിക്കും 8.5 ഇഞ്ചൊക്കെ വേണ്ടി വരും. പക്ഷേ നമുക്ക് സ്ലീവൊക്കെ വെച്ചാൽ കറക്റ്റ് നിൽക്കണമെന്ന് നമ്മൾ 8.25 എടുത്താൽ മതി. പിന്നെ അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി താഴേക്കും അടയാളപ്പെടുത്തിയത്. അതായത് 8.25 ഇഞ്ചാണ് ഞാൻ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ ആ കൈക്കുഴിക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് എൻ്റേത് 52 ഇഞ്ചാണുള്ളത്. അപ്പോൾ 52 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 13 ഇഞ്ച് വരും. ആ ഒരു അളവ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ കറക്റ്റ് അവനെ എന്താ ടൈറ്റാക്കി പിടിച്ചിട്ടല്ല കേട്ടോ ഞാൻ അളവെടുക്കാറ്, കുറച്ചൊരു ലൂസാക്കി പിടിച്ചിട്ടാണ്. കാരണം വണ്ണുള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ടൈറ്റാക്കി എടുക്കുന്നത് ഭയങ്കര നമ്മളെ ശരീരഭാഗങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ അളവുകളൊക്കെ കൊടുക്കുന്നത്. അപ്പം 13 ഇഞ്ച് അളവിൽ കൊടുത്ത് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മളൊരു എൽ ഷേപ്പിൽ വരച്ച് കൈക്കുഴിയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ അളവ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എൻ്റേത് 25 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. അപ്പോൾ അത് 12.5 ഇഞ്ചും തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് യോക്ക് റൗണ്ട് ഭാഗത്ത് എൻ്റെ അളവ് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ 50 ഇഞ്ച് എന്ന് പറയുമ്പോൾ 12.5 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒക്കെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇത്രയും ഭാഗമാണ് നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് 2 ഭാഗത്തും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേപോലെ ഒന്ന് ആ വരച്ചെടുത്ത ഭാഗത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീതിയിലാണ് ഞാൻ ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിൻറ്റ് നമുക്ക് കറക്റ്റ് അതേ രീതിയിൽ കിട്ടും. അതായത് താഴേക്ക് ഇങ്ങനെ ആ ഒരു ഹാർട്ട്സിൻ്റെ വരുന്ന രീതിയിൽ. ഇപ്പോൾ ക്ലോത്ത് ഞാൻ 2 ആക്കിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി മടക്കിയിട്ട് 4 ആക്കി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇങ്ങനെ മടക്കിയിടുമ്പോൾ അളവ് നോക്കുന്നത് ഹിപ്പിൻ്റെ ഭാഗം. കാരണം ഇവിടെ നമുക്ക് ഏറ്റവും വീതി വരുന്നത് ഹിപ്പാണല്ലോ. അപ്പോൾ ആ ഹിപ്പിൻ്റെ അളവും തയ്യൽ തുമ്പും നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ ഈ ക്ലോത്ത് ഇങ്ങനെ 4 ആക്കി മടക്കിയിടുന്നത്. അപ്പോൾ അത് കറക്റ്റ് വരുന്ന രീതിയിൽ മടക്കിയിട്ടാൽ നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ യോക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ അളവായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വീതി ചെസ്റ്റാണല്ലോ. ഇനി നമ്മൾ യോക്കിൻ്റെ ആ യോക്ക് കട്ട് ചെയ്ത ആ ഒരു ക്ലോത്ത് അങ്ങനെ മുകളിൽ വെച്ചിട്ട് അത് നമുക്ക് 17 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ 16 ഇഞ്ച് ഏകദേശം അവിടെ വെച്ചിട്ട് താഴേക്ക് നമുക്ക് 48 ഇഞ്ച് ആവുന്നത് വരെയുള്ള ആ ഒരു അളവ് ഞാനിങ്ങനെ
പിടിച്ചിട്ടുണ്ട്. ആ ഒരു ലെങ്ത്ത് ഞാനിവിടെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരില്ല, നമ്മൾ 48 ഇഞ്ച് കിട്ടും കേട്ടോ. പിന്നെ ഈ ഭാഗം നമ്മളതവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് നമ്മുടെ ആ പ്രിൻറ്റ് കണ്ടോ, ഈ പ്രിൻറ്റ് ഇവിടെ മുകളിൽ വരാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് യോക്കിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള അളവെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി കൊടുക്കാനുള്ളത് ഓപ്പണിൻ്റെ ലെങ്ത്താണ്. വണ്ണുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണിൻ്റെ ലെങ്ത്ത് കുറച്ച് ഇറക്കിയാണ് കൊടുക്കാറ്. സാധാരണയൊക്കെ 21-22 ഇഞ്ചായിരിക്കും ഓപ്പൺ ഉണ്ടാവുക. ഞാൻ ഏകദേശം 24-24.5 ഇഞ്ചോളം കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ആ ഭാഗം നമുക്ക് എന്താ പറയുക, കുറച്ചൊരു ഇറങ്ങി നിന്നാൽ ആ വയറിൻ്റെ ഭാഗം വൃത്തിയായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 24 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓപ്പണിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് 54 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കാറ്. ഓപ്പൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി കറക്റ്റ് കിട്ടണമെങ്കിൽ ഓപ്പണിൻ്റെ ഭാഗം. അപ്പോൾ ആ ഒരു എത്രയാണോ നമ്മുടെ ഓപ്പണിൻ്റെ റൗണ്ടിൻ്റെ ഭാഗം, അതായത് ഹിപ്പിൻ്റെ റൗണ്ടിൻ്റെ ഭാഗം, അതിനെ 4 ആക്കിയിട്ടുള്ള അളവും ആ അളവിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മുകളിൽ നിന്ന് ഓപ്പണിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്തെ അളവ് ഞാൻ കൊടുക്കാറുള്ളത് എത്രയാണോ നമ്മൾ ഹിപ്പിൻ്റെ അളവ്, ആ ഹിപ്പിൻ്റെ അതേ അളവ് തന്നെയാണ് ഞാൻ താഴേക്കും കൊടുക്കാറുള്ളത് കേട്ടോ. ചിലരൊക്കെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ അതേ കറക്റ്റ് ആ ഒരു അളവ് കൊടുക്കാറുള്ളൂ. 1 ഇഞ്ച് ഒന്നും ഏറെ കൊടുക്കാറില്ല. തയ്ച്ചു വരുമ്പോൾ എനിക്ക് ഇങ്ങനെ നേരെ വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം അളവ് തന്നെ, ഹിപ്പിൻ്റെ അതേ അളവ് തന്നെ തയ്യൽ തുമ്പടക്കുള്ള അളവില്ലേ, ആ അളവ് തന്നെയാണ് നമ്മൾ താഴേക്ക് ഇവിടെയും കൊടുത്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. ഈ വരച്ച ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ബോഡിയുടെ ആ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻ്റൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പണിൻ്റെ ഭാഗം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊന്ന് ആ ഒരു ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞ് കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചിങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓപ്പണിൻ്റെ ഭാഗത്തെത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താമല്ലോ. അപ്പോൾ അളവുകളൊക്കെ ഇങ്ങനെ ആ നേരെ നോക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ആ ചെറിയ കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബോഡിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തപ്പോൾ പ്രിൻ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊന്ന് ക്ലോത്ത് 2 ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേപോലെ പ്രിൻ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആണോ ഇതിപ്പോൾ 2 തലകുത്തി നമുക്ക് ഒരേപോലെ വരുമ്പോഴല്ലേ നമ്മൾ ഇടുമ്പോൾ ആ ഒരു ഭംഗിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർക്കുണ്ടെങ്കിൽ മനസ്സിലാക്കി ഇതിട്ടാണ് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ചിലർക്കൊക്കെ അതൊരു പഴവ് വരാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മുടെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനേക്കാൾ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ കൈക്കൂടെ അളവില്ലേ, ആ ഒരളവ് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നൊരു 3.25 ഇഞ്ചോളം ഞാൻ ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് ആ ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3.25 ഇഞ്ച് എന്ന് പറയുന്നത് ഞാൻ വണ്ണുള്ള ആളതുകൊണ്ടാണ് ആ അളവ് 3.25 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2.5 2.25 അങ്ങനെ ഒരു 2.5 എടുത്താൽ മതിയാവും. അപ്പോൾ എനിക്ക് ഞാൻ 3.25 ഇഞ്ച് എടുക്കാറുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എന്താ പറയുക കൈക്കുഴി ഇവിടുന്ന് വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ ആ ലൈൻ വരച്ചില്ലേ, ആ ഒരു കുത്തനുള്ള ലൈൻ വരച്ചില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ മുകളിൽ നിന്ന് ആ സെൻറ്റർ ഭാഗം വരെ ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ വരച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് വരുമ്പോൾ ഇപ്പുറ ഭാഗത്തേക്ക് കൂടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ എടുത്താൽ കൈക്കുഴി കറക്റ്റായി കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കൈക്കുഴി വരച്ചു കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവ് റൗണ്ട് എത്രയാണ് അതിൻ്റെ പകുതിയും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ എന്താ പറയുക ആ ഒരു വണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് യോജിപ്പിച്ചതായി ഇതുപോലെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ലീവ്സ് തന്നെ കട്ട് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇനി ഇവിടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ, കറക്റ്റ് ഉണ്ടോയെന്ന്. നമ്മൾ എത്രയാണെന്നുള്ളത് നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ടോപ്പിൽ വെട്ടുമ്പോൾ അപ്പോൾ അളവ് ഇതിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊക്കെയുള്ള ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം.
ഇപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ്സും കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തൊക്കെ ഒന്ന് നാലാക്കി ഒന്ന് മടക്കിയിടാം. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഞാൻ ക്രൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ തന്നെയാണ് ഞാൻ എടുക്കാറ്, പക്ഷേ എനിക്ക് തോന്നുന്നു കോട്ടണിലേക്ക് ക്രൈപ്പ് ഇടുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ ലൈനിങ്ങിൽ കിട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2.5 മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ നമ്മുടെ ഒരു നല്ല ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മുകൾ ഭാഗം യോക്കിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അത് കറക്റ്റ് വരച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഓപ്പണിൻ്റെ ലെങ്ത്തും ഒക്കെ വെച്ച് അതേ അളവിലാണ്ട് അവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. വരച്ചിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് തുണി പിന്നെ കട്ട് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് അതേ അളവിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ സ്ലീവ്സിൻ്റെയും ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ നെക്കൊന്ന് വരച്ചെടുക്കണം. നെക്കിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഞാൻ അളവെടുക്കാറ്. ഞാനിവിടെ ഒരു 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് വീതിയുള്ള ആൾക്കാർക്കുള്ള അളവാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് എൻ്റേത് നെക്കിൻ്റെ ലെങ്ത്ത് 7 അപ്പോൾ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഉള്ളത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അതായത് എനിക്കുള്ളത് 7 ആകുമ്പോൾ 8 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കാറ്, നെക്കിൻ്റെ വിടുത്ത് 3.25 ഇഞ്ചും കാര്യങ്ങളൊക്കെ ഇതുപോലെ വരച്ചു കൊടുത്ത് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കും. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിൽ നിന്ന് അവിടേക്ക് ഇതുപോലെ ശരിച്ചൊന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ നെക്ക്, അതായത് ചതുരക്കഴുത്താണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വരച്ചെടുത്താൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് 1 ഇഞ്ച് വീതിയിൽ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വൃത്തിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് കേട്ടോ. അപ്പോൾ എത്രയാണോ ഉള്ളത് നെക്കിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ള ഒരു ചതുര നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ക്യാൻവാസിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ്. എനിക്ക് നെക്ക് കറക്റ്റ് ആ ഒരു വൃത്തി കിട്ടണമെങ്കിൽ, ആ ഒരു ഭംഗിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ക്യാൻവാസിലാണ് നല്ലത്. മീറ്ററിന് 20 രൂപ എന്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് നെക്ക് അതിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തൊക്കെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെക്ക് നമുക്ക് ഇങ്ങനെ പേപ്പർ ക്യാൻവാസിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്കിനൊക്കെ നമ്മൾ ലെങ്ത്ത് 5 ഇഞ്ചാണ്. പിന്നെ വിടുത്ത് പിന്നെ നമുക്ക് സെയിം 3.25 ഇഞ്ച് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് ആ ഒരു ഇങ്ങോട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ക്യാൻവാസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ക്ലോത്തിലൊന്ന് നന്നാക്കി അയൺ ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തുള്ള ക്ലോത്തും താഴേക്കുള്ള ക്ലോത്തും ആദ്യം ഒന്ന് എന്ത് ചെയ്യണം, കൂട്ടി തയ്ച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കൂട്ടി തയ്ച്ച് എടുക്കാം. യോക്കിൻ്റെ ഭാഗം ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെക്കാം. എന്നിട്ട് താഴേക്കുള്ള ആ ഒരു ഭാഗത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ നമ്മൾ അതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിനേക്കുള്ള തയ്യൽ തുമ്പ് നമ്മൾ 1/2 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കൂളായിട്ട് തയ്ക്കുക. പിന്നെ നമുക്ക് ചീത്ത ഭാഗത്ത് തയ്ച്ചിട്ട് ഞാൻ നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ച് അതിൻ്റെ മുകളിലൂടെയും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ടോപ്പ് 46 ഇഞ്ചാണ് കേട്ടോ എൻ്റെ ലെങ്ത്ത്. അപ്പോൾ 48 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ടാണ് 48 ഇഞ്ച് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് പറയാൻ വിട്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം സെറ്റാക്കുന്നത്. അപ്പോൾ ലൈനിങ് ക്ലോത്തിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസിലുള്ള ക്ലോത്ത് ഒന്ന് വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്യാൻവാസ് അയൺ ചെയ്ത ആ ക്ലോത്തിൻ്റെ ചുറ്റുഭാഗമുള്ള ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇതുപോലെ ക്യാൻവാസിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് ഒരു 3 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസിലുള്ള ഈ ഒരു ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലൈനിങ്ങിൻ്റെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ അതേ അളവ് ഈ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻവാസിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഇതുപോലെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
അപ്പോൾ എന്നാലേ നമുക്ക് ലൈനിങ്ങിൽ വെക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആ സ്റ്റിച്ചിങ് നൂലിൻ്റെ ഭാഗം കാണുള്ളൂ. അപ്പോൾ അതിലൂടെ കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ ക്ലോത്തിലും ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് സെൻറ്റർ ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. കാരണം രണ്ട് ക്ലോത്തും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്ച്ച ആ ഒരു ഭാഗങ്ങൾ നമ്മൾ പുറത്തേക്ക് കാണുന്നുണ്ട്. ആ ഒരു തയ്യൽ വെള്ള നൂലായതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ അധികം കാണാത്തത്. ആ ഒരു നൂലിൻ്റെ കാണുന്നുണ്ട്. അതിലൂടെ നമുക്ക് അതാണ് നമ്മുടെ കറക്റ്റ് നെക്ക്. ആ നെക്കിൻ്റെ അതേ അളവിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിങ് ക്ലോത്തിൽ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മുമ്പ് എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കുകയാണ്. ഇനിയാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ച് നമ്മുടെ നെക്ക് സാധാരണ നമ്മളൊക്കെ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ടുള്ള തുണിയാണ്. അത് ഇതുപോലെ വെക്കണം. അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല തുണിയുടെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ് വെക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ തുണി ആ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് കാണാത്ത രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ആദ്യം എല്ലാ ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടി നമ്മുടെ സെൻറ്റർ ഭാഗത്തൂടെ ഒന്ന് തയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്കിൻ്റെ അളവുണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ ഒന്ന് തയ്ക്കാം. ഇതൊക്കെ നമുക്ക് അറിയുന്നവരായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ലൈനിങ്ങിൽ എങ്ങനെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഏകദേശം 1/4 ഇഞ്ച് ഉള്ളിലൂടെയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതേ ഷേപ്പിൽ തന്നെ. എന്നിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഈ രണ്ട് ഭാഗം എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു തയ്യലിൽ തട്ടാത്ത രീതിയിൽ ഉള്ളിലൂടെ ആയിട്ട് നല്ല ആഴത്തി കട്ട് ചെയ്യുക വേണം. എന്നാലേ നമ്മൾ ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് മറിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ചതുര നെക്ക് അത്രയും പെർഫെക്ഷനിൽ വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ ഉള്ളിലേക്കൊക്കെ മറിച്ച് കൊടുത്തപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ ടോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഇങ്ങനെ ക്ലിയറാക്കി ക്ലോത്ത് റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് അങ്ങ് തയ്ച്ച് വരാം. ഇനി അതിന് ശേഷം ഞാൻ ഈ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും മൊത്തത്തിൽ താഴെ വരെ മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കും കേട്ടോ. അത് സ്റ്റിച്ച് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ നമുക്കത് അങ്ങനെ തയ്ച്ച് വെക്കുന്നതുകൊണ്ട് നല്ല ഉപകാരമാണ്. താഴെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ താഴെ വരെ നമ്മൾ ഒരുമിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന അപ്പുറപ്പുറമൊക്കെ വരുന്ന ക്ലോത്തൊക്കെ ഉണ്ടാവില്ല, ആ വേസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് ഇതുപോലെ വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് പിന്നെയുള്ള സ്റ്റിച്ചിങ്ങിന് നല്ലതായിരിക്കും. ഇനിയാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാൻ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ലീവിനും അതുപോലെ തന്നെ നെക്കിനും വെച്ച് കൊടുക്കാനായിട്ട് 1/2 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് മീറ്ററിന് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ 40 രൂപയ്ക്ക് ഞാൻ 1/2 മീറ്ററാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വെച്ച് കൊടുക്കാനുള്ളത് അത്രയും അളവിൽ ആദ്യം ഒന്ന് ഈ ഒരു ലൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് സ്ലീവിനും എടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സ്ലീവിൽ ചെറിയൊരു ഡിസൈനാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 1/2 മീറ്റർ മതി കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ, എന്നാൽ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണിത്. അപ്പോൾ നമ്മൾ ലേസ് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഏകദേശം 1 ഇഞ്ചോളം തയ്യൽ തുമ്പുള്ളിലേക്ക് വരുന്ന രീതിയിൽ ലേസ് നമുക്ക് വെച്ച് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴേക്കും നമുക്ക് തയ്ക്കാനുള്ള അത്ര ഭാഗം താഴേക്കും വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് ഞാനൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രിൻറ്റിൻ്റെ അതേ കളറിൽ ഞാൻ കുറേ ലേസ് തപ്പിയിട്ടോ കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ഒരു സാമ്യം തോന്നുന്ന ഒരു ലേസ് ഞാൻ വാങ്ങിയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും രീതിയിൽ 2 സ്റ്റിച്ചിങ് തന്നെ നല്ല കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റിച്ചിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ.
ഇനി നമുക്ക് ബാക്ക് ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബാക്ക് ഭാഗം എല്ലാവരും ഇതുപോലെ നമ്മൾ 2 ഭാഗമൊക്കെ കൂട്ടി തയ്ച്ച് നമ്മൾ ലൈനിങ്ങിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ ക്യാൻവാസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ച് നെക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിൻ്റെ നല്ല ക്ലോത്താണിത്. അതിൽ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ മറിച്ച് തയ്ച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഷോൾഡർ കൂട്ടി തയ്ക്കുന്നതും കൂടി ഒന്ന് കാണിക്കാമെന്ന്. അതറിയാത്തവരുണ്ടെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ആ ബാക്ക് പീസ് ഉണ്ടല്ലോ അതിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗം ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ബാക്കിൻ്റെ പീസ് നമ്മൾ ലൈനിങ്ങിൻ്റെ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈനിങ് തുണി ഉള്ളിലേക്ക് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് മറിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ലൈനിങ് തുണി ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച് ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 2 ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല തുണികൾ ഒരുമിച്ച് വരും. അതുപോലെ തന്നെ ലൈനിങ് തുണികളും അങ്ങനെ ഒരുമിച്ച് വരും. ഈ രീതിയിലായിരിക്കും വരിക. അതിങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കണ്ടോ ഇതിനി നമുക്ക് ലൈനിങ് ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം വൃത്തിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടി തയ്ക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു വൃത്തി കിട്ടാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഒന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ അവിടെ ആ ഭാഗമൊക്കെ ഇങ്ങനെ ജസ്റ്റ് നന്നാക്കി വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തില്ലേ അതേപോലെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു വേസ്റ്റ് ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വൃത്തിയാക്കി എടുക്കണം ടോപ്പ്. അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ സ്ലീവ്സ് വെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലീവ്സിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞ് ഡിസൈൻ വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ലേസിൻ്റെ ലെങ്ത്ത് അതായത് അത് 2.5 ഇഞ്ചുണ്ട്. ആ ലേസിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ എത്രയാണ് നമ്മളുള്ളത് ലേസ് ഉള്ളത് അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവ് നമ്മളിവിടെ ഈ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ആ ഒരു രീതിയിലുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് 3 വരുന്ന രീതിയിൽ അതായത് 3 ഇഞ്ച് വീതിയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് എടുത്താൽ മതിയല്ലോ. കാരണം അപ്പുറം ഭാഗം വരുമ്പോൾ 3 ഇഞ്ച് വരുമല്ലോ. ആ രീതിയിൽ 1.5 ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയൊരു കോൺ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായാലും നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് മുകളിലോട്ടായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് വീതിയുള്ള ലേസിൻ്റെ വീതിക്കനുസരിച്ചും ആ ഒരു ഡിസൈൻ അനുസരിച്ചുമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതേപോലെ ലേസ് കിട്ടണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം. നമ്മളിതിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ് ക്ലോത്ത് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്തുനിന്ന് തയ്ച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ ആ ഒരു കട്ടിങ് ഇതുപോലെ കാണുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ചീത്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ നല്ല തുണിയുടെ കേട്ടോ. ആ കാണുന്നത് ഉള്ളിൽ ബാക്കിൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്താണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആ ഭാഗം നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണ് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയ കുഞ്ഞ് കട്ടിങ് കൊടുക്കണം. അതുപോലെ ഈ ഭാഗമൊക്കെ ഒന്ന് ചെറിയതായിട്ട് അതായത് നമ്മൾ മറിച്ച് തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഭാഗമൊക്കെ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് ഒന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം മറിച്ച് കൊടുക്കാം.
ഈ ഭാഗമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടിങ് കൊടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് മറിയാൻ വേണ്ടിയിട്ട്. ഇനി ലൈനിങ് ക്ലോത്ത് ഇതാ നല്ല ഭാഗത്തുനിന്ന് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അതായത് കോണായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നല്ലൊരു കുഞ്ഞു ഡിസൈനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയൊരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതാ എന്നിട്ട് നമുക്ക് ഈ ചുറ്റുഭാഗങ്ങൾ എങ്ങനെയാണോ നമ്മൾ സ്ലീവിൻ്റെ ഭാഗമുള്ളത് അതുപോലെ നമുക്കൊന്ന് ഇതിലൂടെ 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലേസ് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത ഇവിടെ ഒരു 3 റൗണ്ട് ആ ഒരു 3 ഭാഗങ്ങൾ ഇവിടെ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെക്കാൾ ഒരു എക്സ്ട്രാ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തയ്യൽ തുമ്പ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തയ്ക്കാനുള്ള ഈ ഭാഗത്തേക്കൊക്കെ ഒരു ഇഞ്ച് അങ്ങോട്ടും 1 ഇഞ്ച് ഈ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ 3 എണ്ണം വരുന്ന രീതിയിൽ കണ്ടോ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് 3 ഇഞ്ച് വരുന്നത്. 3 ഇഞ്ച് വരുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ലീവ് 2ആക്കി മടക്കിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് ആ ഒരു വി ഷേപ്പിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മുടെ എന്ന് പറയാൻ ലേസ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ സ്ലീവ് അങ്ങനെ ഇടണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഒരു ഇതൊക്കെ നമുക്ക് ലേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഉണ്ടോ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഡിസൈനാണ്. ഇനി നമുക്കിതാ മൊത്തം ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ ചുറ്റുഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മുടെ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ സ്ലീവും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ സ്ലീവ്സിലും ചെയ്തെടുക്കണം. ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിൽ വെച്ചിട്ട് ഇതൊക്കെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഇതുപോലെ നിവർത്തിയിടണം. അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമല്ലേ നമ്മൾ കൂട്ടി തയ്ച്ച ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡിലേക്കും സെൻറ്റർ ഭാഗത്തുനിന്ന് ആദ്യം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ ജസ്റ്റ് വെച്ചെടുത്ത് ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ ക്ലോത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പുറ സൈഡ് കൂടി ഒന്ന് നമുക്ക് കൂട്ടി ഒന്ന് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേ സ്ലീവും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ സെറ്റായിട്ടുണ്ട്. കണ്ടോ നല്ല വൃത്തി ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സ്ലീവ് തയ്ച്ചതിന് ശേഷം നമുക്ക് ഈ ചീത്ത ഭാഗം കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഏകദേശം 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവരണം. അതായത് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ, 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചു വരും. നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റാക്കി പിന്നെ നമ്മൾ അളവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് നമ്മൾ ഓപ്പൺ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ 2 ഭാഗം കറക്റ്റാക്കിയിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കറക്റ്റാക്കി പിടിച്ചിട്ട് ഏകദേശം നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ച് ഇതാണോ ഇവിടെ നിന്ന് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് അവിടെ എത്തുന്നത് വരെ ഒന്ന് തയ്ച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് വെക്കണം. വെച്ചതിന് ശേഷമാണ് നമുക്ക് താഴേക്ക് സ്പ്ലിറ്റ് ഓപ്പൺ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് ഇങ്ങോട്ടും ഒരേ അളവ് അങ്ങോട്ടും 2 സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുമല്ലോ, അത് ഞാനിതാ ആ മുകളിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് താത്തില്ല ആ ഒരു അളവിൽ തന്നെയാണ് താഴ്ഭാഗം വരെ ഒന്ന് മടക്കുക. ആ മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് അതിലേക്ക് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കും.
ഈ രീതിയിലാണ് ഞാൻ ഓപ്പൺ തയ്ക്കാറുള്ളത്. അതായത് നമ്മൾ സ്പ്ലിറ്റിൻ്റെ ആ ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ടുണ്ട്. ആ ഒരു അളവിൽ നമ്മൾ ഇങ്ങനെ താഴെ വരെ ഒന്ന് മടക്കി കൊടുക്കും. ആ മടക്കിയിട്ട് അത് ഒന്നും കൂടി ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ആണ് ഞാൻ തയ്ക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് എന്താ പറയുക ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിങ്ങനെ വരിക. കാരണം 2 മടക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും ഓപ്പണിൻ്റെ ഭാഗം. കൂടുതൽ വീതി വരുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഈ ഒരു ഓപ്പണിൻ്റെ സൈഡ് വരാൻ പാടുള്ളൂ. അങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ തയ്ച്ച് നമ്മളിതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ട് ഏകദേശം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. ആണോ, ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് വേണം തയ്ക്കുന്നത് നിർത്താനായിട്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതി നിർത്തിയിട്ടുണ്ട്. അതേ അളവിൽ നമ്മൾ താഴെ വരെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇനി ഒന്ന് ഉള്ളിലേക്ക് മടക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു സ്പ്ലിറ്റാണ് കിട്ടുക. ചെറിയൊരു തയ്യലേ കിട്ടുള്ളൂ. വീതിയിൽ തയ്ക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ആ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഈ ഭാഗവും നമ്മൾ തയ്ച്ചതാ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഏകദേശം രണ്ടും ഒരേ ലെങ്ത്തിൽ വരുന്ന രീതിയിൽ ഇവിടെ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഒരു കോൺ ഷേപ്പിൽ ഇവിടെ കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കോണായിട്ട് എന്നാണ് ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ടൊരു കോണായിട്ട് തയ്ച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഓപ്പണിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാറുള്ളത്. അതായത് ഈ 2 സൈഡിലും നമ്മൾ തയ്ച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് കോണായിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കാറുള്ളത്. എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഈ ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടി ഈ ഒരു തുമ്പിലൂടെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ കൂടുതൽ പെർഫെക്ഷനായിട്ട് കിട്ടും. നല്ല വൃത്തിയായിട്ട് തന്നെ. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് തയ്ച്ചെടുക്കുമ്പോൾ എനിക്കൊരു സുഖമാണ്. അപ്പോൾ അതും കൂടി തയ്ച്ചെടുക്കുമ്പോൾ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗവും സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെറിയൊരു സ്റ്റിച്ചിങ്ങിൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗവും നല്ല പെർഫെക്ഷനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും ഇതേപോലെ തയ്ച്ച് വന്നിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി തയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോ ഇങ്ങനെ ലെങ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതൊന്നും കാണിക്കാത്തത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ അളവുകൾ കൊടുക്കാം. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണ്? നമുക്ക് 52 ഇഞ്ചല്ലേ. അപ്പോൾ ആ 52 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ ക്ലോത്ത് ഇങ്ങനെ നിവർത്തിയിട്ട് കാണല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണെന്നുള്ള ആ അളവാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 52 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 26 ഇഞ്ച്. ആ 26 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റിൻ്റെ അവിടെ ഞാനിങ്ങനെ നിവർത്തിയിട്ടിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അപ്പുറപ്പുറം കറക്റ്റ് പിടിച്ചിട്ട് കൊടുക്കുന്നത്. അതേ അളവിൽ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റിൻ്റെ ഭാഗത്ത് അതായത് 50 ഇഞ്ചാണല്ലോ. അപ്പോൾ 25 ഇഞ്ച് കറക്റ്റാക്കി പിടിച്ചിട്ട് 2 ഭാഗത്ത് തയ്യൽ തുമ്പ് 2 സൈഡിൽ തയ്യൽ തുമ്പ് ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അളവ് കൊടുക്കാം. അതേപോലെ തന്നെ ഓപ്പണിൻ്റെ ഭാഗത്തും നമുക്ക് എത്രയാണ് 54 ആകുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത് എന്നുള്ള ആ ഒരു അളവ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി നമ്മൾ ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അളവുകൾ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ നിവർത്തി ക്ലോത്ത് ചുരിദാർ ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ എത്രയാണ് അളവ് അതിൻ്റെ പകുതി ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കും. ഇനി സ്ലീവിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ അത് കറക്റ്റ് 2 ഭാഗമാക്കിയുള്ള അളവിൽ അതും നമ്മുടെ വണ്ണുള്ള ഭാഗത്തുള്ള ആ 2 ഭാഗമാക്കിയിട്ട് അളവ് തയ്യൽ തുമ്പ് നമ്മൾ അവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കറക്റ്റ് അളവൊക്കെ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അതുപോലെ എനിക്ക് വണ്ണുള്ള ഭാഗത്ത് 20 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 10 ഇഞ്ച് അതേപോലെ ഈ ഭാഗത്ത് എനിക്ക് 16 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് അതായത് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം 16 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വണ്ണുള്ള ഭാഗത്ത് ഞാൻ 10 ഇഞ്ച് കൊടുത്തിട്ട് ഒക്കെ അതേപോലെ യോജിപ്പിച്ച് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ കുർത്തീസൊക്കെ തയ്ക്കാറ്. നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. ആ ഡിസൈൻ വെച്ചിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലോത്ത് തന്നെ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ക്ലോത്ത്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ
ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻ്റായിട്ട് എനിക്ക് അറിയിക്കണം. നല്ല ഭംഗിയുണ്ടാവും ഇട്ടതിന് ഒരു എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡിസൈൻ. അത് ഈ ക്ലോത്തിൻ്റെ ഭംഗിയും ആ ഒരു ഡിസൈൻ്റെ ഭംഗിയും കൂടി ടോപ്പ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇട്ടിട്ടുള്ളതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.